ബിജു PC ചേട്ടനായിരുന്നു. എന്തേ? അല്ല, അച്ഛൻ 2-3 ദിവസത്തേക്ക് മുമ്പ് വിളിച്ചായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു അത്യാവശ്യമായിട്ട്. ഓ, പുതിയ വല്ല കല്യാണക്കാരിയായിരുന്നു. നമുക്ക് ഇൻസ്റ്റാൾമെന്റ് കാരണം വേണ്ടല്ലോ, അത് ഞാൻ വിട്ട്. പിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുണ്ട്, ഉഗ്രൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. പിന്നെ ഒരു പെയിന്റിങ് കോൺട്രാക്ടർ. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാണ്ടല്ലോ അല്ലറ ചില്ലറക്കാരനല്ലോ, നല്ല വരുമാനമുള്ള നല്ല ജോലിയിലിരിക്കുന്ന നല്ലൊരു പയ്യൻ, നല്ല കാണാൻ നല്ല മൊഞ്ചുള്ള ഒരു പയ്യൻ. പക്ഷെ അവനൊരു കുഴപ്പം, അവന് സർക്കാർ ജോലിക്കാരിയെ മതി. പക്ഷെ ഞാൻ കാല് പിടിക്കാൻ പോയില്ല, ഞാനതൊക്കെ വിട്ടു. പക്ഷെ പെയിന്റിങ് കോൺട്രാക്ടർ ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. ഈ പെയിന്റിങ് കോൺട്രാക്ടർ ഉക്കരം പയ്യനാണ്. ഈ കോൺട്രാക്ടർമാരെന്നൊക്കെ പറഞ്ഞ് ഏതാണ്ട് ഇച്ചിരി ഇതിൻ്റെയൊക്കെ പരിപാടിയുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ പയ്യന് അങ്ങനെ ഒരു കുഴപ്പമില്ല. കൈ നിറയെ പണം, കാശ്, വർക്ക്, കാറ്, നല്ല നല്ല വീട്, ഇങ്ങനെയുള്ള പയ്യൻ നമുക്ക് പറ്റിയ ബന്ധമാണ്. പക്ഷെ ആ ചെറുക്കന് ഒരു ഡിമാൻഡ് ഉണ്ട് മോളെ. ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്ന പെണ്ണ് മതിയെന്നാ പറയുന്നത്, കമ്പ്യൂട്ടറൊക്കെ ബിസിനസ് ചെയ്യുന്ന. അതെന്ത് ബിസിനസ്സാ? അതെന്ത് ബിസിനസ്സാന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റെ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ ഈ അക്ഷയ ജോലി ചെയ്യുന്നൊരു പെണ്ണിനെ കൊണ്ട് കാണിച്ചു കൊടുത്തു. പക്ഷെ അതല്ലെന്നാ ചെറുക്കൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ആ കല്യാണം അങ്ങ് മാറ്റി വെച്ചു. പക്ഷെ മോക്ക് പറ്റിയ വേറൊരു ബന്ധമുണ്ട്, മിനിമാള് നടത്തുന്ന പയ്യൻ. എന്തെന്ന്? മിനിമാള്? അതെന്ത് മാള്? ഈ വീട്ടിലൊക്കെ ഈ പലചരക്ക് സാധനങ്ങളൊക്കെ വെച്ച് വിൽക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ മാളെന്ന് പറഞ്ഞ് അമ്മയുടെ പേര് മിനി എന്നാണ്. അപ്പൊ നാട്ടുകാർ ഇട്ട് കൊടുത്തതാണ് മിനി മാളെന്ന്. എല്ലാ സാധനം കിട്ടുമ്പോൾ അവിടെ നല്ല ഉഗ്രം പയ്യൻ, അമ്മയുടെ ചുറ്റുവട്ടത്തിന് നിൽക്കുന്ന ഒരു പയ്യൻ. അല്ലേക്കട്ടെ? വേണ്ട. വേണ്ടെന്നോ? ആ, വേണ്ടാന്ന്. വേണ്ടാന്ന് പറയാൻ വേണ്ടിയാണോ ഇത്ര നേരം കേട്ടോണ്ട് നിന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ ചേട്ടൻ പറഞ്ഞത്? ഞാൻ പറയുന്നതിന് മുമ്പ് നിർത്താൻ പറയണമായിരുന്നു. തന്നെ നിന്നങ്ങ് പ്രസംഗിക്കല്ലേ, പിന്നെന്താ പറയണ്ടേ? കെട്ടാൻ വരുന്ന ആമ്പിള്ളേർ പെണ്ണിന്റെ സ്വഭാവം എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ പറയും ഈശ്വരാ? എനിക്ക് ആരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണ്ട. പെൺപിള്ളേരാഴ്ച അടക്കം ഒതുക്കം ഒക്കെ വേണം, വല്ല വീട്ടിൽ ചെന്ന് വിൽക്കേണ്ടതാ. അത് ഞാൻ തീരുമാനിച്ചോളാം. അച്ഛനുണ്ടോ അവിടെ? ആ, ഉണ്ട്. നന്ന് വിളിച്ചേ. വേണേ തന്നെ വിളിക്കും. പീതാമ്പരട്ടോ, പീതാമ്പരട്ടാ ഉറക്കം. ബിജു ആണോ? വാ, അകത്തോട്ടിരിക്കാം. അല്ല വേണ്ട, ഇങ്ങോട്ട് വാ. എപ്പോഴും അകത്ത് തന്നെ ഇരിക്കുമല്ലോ, പുറത്തോട്ടിറങ്ങി കാറ്റുള്ളൂ. വാ, പുറത്തു നിന്ന് സംസാരിക്കാം. എന്താ കേട്ടോ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അല്ല, കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ വേണ്ടേ കൊച്ചിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൊച്ചിന് ഒരു പയ്യന്മാരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പിന്നെ എന്നാ ചെയ്യാനാ? കല്യാണ കാര്യത്തിനല്ലോ. പിന്നെന്നാ? തന്റെ പരിചയത്തിലാണ് ഈ വസ്തു ബ്രോക്കർമാരും അല്ലോ. ആരുടെ വസ്തു വിൽക്കാൻ പോകുന്നു? നമ്മുടെ ഈ വസ്തു വിൽക്കാൻ പോകുന്നു. പിന്നെ അല്ലാതെ അവനവന്റെ വീട്ടില് കക്കൂസ പോവാൻ ക്യൂ നിക്കണ ആദ്യത്തെ ആള് ഞാനാവും. ആ, ഇതെന്താ നീ ഇങ്ങടെ ആയിട്ട്? എന്താ അമ്മാവനോട് നിൽക്കണത്? അതിന്റെ ഉള്ള മനോഹരം കയറി കുത്തിരിക്കുകയാണെന്ന് എനിക്കൊന്നും പോവാൻ പറ്റിയിട്ടില്ല. ഇറങ്ങിയില്ല ഇവൻ ഇതുവരെ? ഇല്ല. ഒന്നും പറയണ്ട അമ്മാവ, അവനൊരു കല്യാണത്തിന് പറഞ്ഞു വിട്ടാണ് ഞാൻ. അവിടെ പോയി ഏതാണ്ടൊക്കെ അടിച്ചു കയറ്റിട്ട് ഇതിന്റെ അകത്ത് വന്ന് തപസ്സിരിക്കുകയാണ്. ഇവനെ കൊണ്ടൊരു പണിക്ക് പോകണ്ടേണ്. ഇവന് ഇതിനെ ഇറങ്ങിയിട്ട് വേണ്ട എനിക്കൊന്ന് കൂടെ കൊണ്ടുപോകാൻ. അത് ഇന്ന് നടക്കുന്ന എനിക്ക് തോന്നണില്ല. അവൻ കല്യാണവും പെണ്ണിന്റെ വീട്ടിലും ചെറുക്കന്റെ വീട്ടിലും അയൽവക്കത്തും പോയിട്ടുണ്ടെന്നുണ്ട്. എന്തൊക്കെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. എന്റെ ഒരു കൈസഹായത്തിന് കൂടെ കൊണ്ടു നടന്നാണ്. ഇപ്പൊ ഇവനെ സഹായിക്കാൻ നമ്മള് കുടുംബക്കാര് മുഴുവൻ നിൽക്കേണ്ട അവസ്ഥയല്ല. മനോര, ഒന്ന് ഇറങ്ങിയിടങ്ങട്. ഇത്തിരി കട്ടൻ ചായയിൽ നാരങ്ങ പിഴിഞ്ഞു കൊണ്ടെന്നാണ് ഒരു ആശ്വാസം കിട്ടുമല്ലോ. ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്തായി, ക്ലിയർ ആയാ? പോകുന്നില്ല. പോകുന്നില്ലേ? ഇരിച്ചറി. ഇത് കുടിച്ചേ. ഇല്ല, സർവീസ് സ്റ്റേഷനിൽ കൊണ്ടോണ്ട് വരുമോ? നീ ബിസ്ക്കറ്റ് ഉണ്ടോ ഇതിന്റെ ഒപ്പം? കുടിക്കടാ. അത് കഴിക്കും. ഇതിന്റെ ഒപ്പം ബിസ്ക്കറ്റാ കഴിക്കണ അവൻ. ഇതൊന്നും പോരാനിട്ട്. എടാ, വല്ല കരിക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്ക്. നല്ല ക്ഷീണമുണ്ടാ ചെക്കനെ. കരിക്ക് ഞാൻ എവിടെ പോയി തെങ്ങിയ കയറി ഇടാനാണ്? ആ ചെറിയ തെങ്ങിന്റെ മുകളിൽ ആരുവാൾ തൊട്ടി വെച്ചൊന്ന് വലിച്ചാ പോലെ ഏതെങ്കിലും ഒരെണ്ണം ഇട്ട് കൊടുക്ക്. അവൻ തന്നെ വലിച്ചിടട്ടെ. അത് വലിച്ചു കുടിച്ചിട്ട് ഒരു കരിക്കിട്ട് തരാം. 2 കരിക്കോ? പണിയുള്ളതാണ് ഇന്ന്. അല്ല, മൂക്കിയകരി ഞാൻ എടുത്ത് ഞാൻ വെക്കും. ഞാൻ അത് കഴിക്കണ വേഗം കഴിച്ചിട്ട് ആ കരിക്ക് ഇട്ട് കഴിക്കേ. ഇത്തിരി നേരം പഴം ഞാനൊന്ന് പോട്ടെ, മാറങ്ങള്. ഇതൊരു കഷ്ണേ. അവിടുന്ന് ഒരു കല്ലെടുത്ത് കക്ഷത്തിൽ നോക്ക്. വന്നേ, നീ ഇപ്പൊ അടുത്തൊന്നും വരണ്ടാട്ടാ. ഇങ്ങോട്ട് വരുവോ? ചെലപ്പോ. സാരില്ല, എത്ര ദിവസമായി കണ്ടിട്ട്. എന്താ പാല് പിടിക്കാൻ വരാത്തെ? അച്ഛൻ പോകണ്ടാന്ന് പറഞ്ഞു. ആണോ? കവർ പാല് വാങ്ങല്ലേ. കവർ പാലപ്പൊ കുടിക്കണേ? കവർ പാല അധികം കുടിക്കണ്ടട്ടാ, വിഷാണത്. നീയേ ഒരു പാത്രം എടുത്തിട്ട് വന്നേ, ഞാനേ പാല് കറന്നു തരാം. പാല് കറന്നു തരേ? ആ, നന്ദിനി രമണിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുക. ഇതെന്താ മൊബൈൽ സർവീസോ?
അതെന്താ? ഒന്നുമില്ല, എനിക്ക് വേണ്ട പാല്. പാല് തരാ, ശുദ്ധമായ പാല് കുടിച്ചൂടെ? വേണ്ട. അവിടുന്ന് ഞാൻ കറന്നിട്ട് കൊണ്ടുവരുമ്പോ അമ്മ കാണുമല്ലോ, അതുകൊണ്ടാ ഞാൻ നന്ദിനി രമണിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. എന്റെ സൂത്ര ഭയങ്കര സൂത്രായി പോയി. എന്താ? എനിക്ക് പാല് വേണ്ട, അച്ഛൻ അറിഞ്ഞാൽ ശരിയാക്കും. പാല് വേണ്ടെങ്കി വേണ്ട, പോട്ടെ. അപ്പൊ അല്ലേ അവിടെ നിക്ക്. എത്ര ദിവസമായി കണ്ടിട്ട്? പുണ്യേട്ടനെന്താ സന്തോഷം കൊണ്ടാ. അവിടെ എന്താ വിശേഷം? എവിടെ? എന്താടാ? കല്യാണ കാര്യത്തിലേ അമ്മ ഞാൻ അവന് കരിക്ക് വെട്ടാൻ വേണ്ടി പോയില്ലേ, അപ്പൊ കുമാരിയുടെ പറമ്പിൽ 2 പശുവിനെയും കൊണ്ടുപോയി കെട്ടിയിട്ട് 2 പേരും കൂടി അതിന്റെ നടുക്കുന്ന് സല്ലപിക്കാണ്. ആ വർത്താനവും മട്ടും പെരുമാറ്റവും ഭാവവും കണ്ടിട്ട് എനിക്കത്ര പന്തിയായിട്ട് തോന്നണില്ല. ഇപ്പൊ വേലി വരെ എത്തിയിട്ടുള്ളൂ. ഇപ്പൊ ശ്രദ്ധിച്ചില്ലേ വേലി ചാടും, ഞാൻ പറഞ്ഞേക്കാം. എടാ, അന്ന് ഈ പുല്ല് പറിക്കാൻ പോയി എടുത്ത് വെച്ച് ആ പെണ്ണിനെ കണ്ടു കാണും. പരിചയത്തിന്റെ പുറത്തേ അവരെന്തെങ്കിലും സംസാരിച്ച് കാണും. അതൊന്നും കാര്യമാക്കണ്ട മോനെ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. എന്തെങ്കിലും കാര്യം ഉണ്ടായാലും ഇതുപോലെ നിസ്സാരമാക്കി കളയും. ആ ചെറുക്കനും കൂടി ഇനി ഏതെങ്കിലും കുഴിയിൽ നിന്ന് ചാടണം, അപ്പോഴേ സമാധാനം ആവുള്ളൂ എല്ലാവർക്കും. അച്ഛ പരിചയത്തിന്റെ പുറത്ത് സംസാരിക്കണേ കണ്ടാ തിരിയാനുള്ള വകതിരിവ് എനിക്കുണ്ട്. ഇതെന്തോ കുഴപ്പമുണ്ടായിരുന്നേട്ടാ. അതെ അളിയാ, അക്കാര്യത്തിൽ എനിക്കും ചെറിയൊരു സംശയമില്ലായില്ല. ഞാനന്ന് അനന്തനോട് പറഞ്ഞ ഓർമ്മല്ലേ, ഇതേ നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടും എതിർത്ത് നിന്നിട്ടും കാര്യമൊന്നുമില്ല. അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണത് നല്ലതാണ്, അത് ആലോചിച്ചിട്ട്. ആ അങ്ങനെയാണെങ്കിൽ അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ. പിന്നല്ലാതെ നീ ഇത് പറയാനാണ് ഇങ്ങോട്ട് വന്നത്? അതെ, ഇങ്ങനെയായിരുന്നു ഒച്ച ഉണ്ടാക്കി അതിന് പരിഹാരം ഉണ്ടാക്കൂല. അപ്പോഴേട്ടന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെങ്കിൽ 2 കൂടി അങ്ങോട്ട് കെട്ടിച്ചു വിട്ടേര്. ഓ, നിന്റെ അഭിപ്രായം ആരും ഇവിടെ ചോദിച്ചില്ല കേട്ടോ. അതെ ചേച്ചി, അതൊന്ന് സമാധാനത്തിലാവും. അതൊന്ന് സമാധാനിക്കേ. ഇതെന്ത് ബഹളത്? നാട്ടുകാർ കേൾക്കില്ല ഇത്. അമ്പിളി പറഞ്ഞല്ലേ ശരി. ഈ അപ്പുണ്ണിയുടെ കാര്യത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? അവർക്ക് അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ, എന്നിട്ട് എവിടെയെങ്കിലും പോയി സമാധാനമായിട്ട് ജീവിക്കട്ടെ. എന്റെ അമ്മ ആദ്യം ഒന്ന് സമാധാനപ്പെടും, കാര്യങ്ങൾ ആലോചിക്കും. കുമാരി എന്ന് പറയുന്ന പുറത്തുള്ള ഒരാളൊന്നും അല്ലല്ലോ. എന്തിനും ഏതിനും ഒരു സഹായത്തിന് ആ കുട്ടിയാണ് ഇവിടെ ഉള്ളത്. അതങ്ങ് ചെയ്തു കൊടുത്ത എന്താണ് പ്രശ്നം? അമ്മ ഈ പെണ്ണ് പ്രേമം എന്നൊക്കെ പറഞ്ഞ ഏതൊരാണോ ചെറിയൊരു എടുത്തിയാട്ടം ഒക്കെ കാണിക്കും. ഇപ്പൊ എന്റെ കാര്യം പോട്ടെ, അച്ഛന്റെ കാര്യം തന്നെ എടുക്ക്. അച്ഛൻ അങ്ങനെ ഒരു എടുത്തിയാട്ടം അന്ന് കാണിച്ചില്ല, ഇത് പറയാൻ അമ്മയൊന്നും ഇവിടെ നിൽക്കുവോ? ഞങ്ങൾ മക്കളുണ്ടാവോ? അതാ പറയണത്, സമാധാനമായിട്ട് ആലോചിക്ക്. ഇല്ല അച്ഛാ? അതേടാ, ഇനി അപ്പുണ്യെങ്ങാനും അവരുടെ വീട്ടിൽ പോയി കയറി താമസാക്കിയ അത് അതിലും വലിയ നടക്കേടാ കൂട്ടാ. പിന്നെന്തായിരിക്കും സ്ഥിതി? അങ്ങനെ എങ്ങാനും അവൻ ചെയ്താ അതിനുള്ള ധൈര്യം ഉണ്ടോ നിനക്ക്? വെറുതെ കിടന്ന് ചാടല്ലേന്ന്. കുമാരിയിലും വലിയ ഏത് മഹാറാണീനെയാണ് അമ്മ അപ്പോട്ടിന് കണ്ടുവച്ചേക്കണ? അല്ല, അതും വേണമല്ലോ ആലോചിക്കാൻ. വേറെ എന്താ ഉദ്ദേശിക്കണേ? അവന് പെണ്ണെട്ടണ്ടേ? ഇത് പരിചയമുള്ളൊരു കുട്ടി, അവളുടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു കുടുംബം. ഇനി എന്താ ഇനി വേറെ കണക്കാക്കണേ? ഇനി ഒന്നും ആലോചിക്കല്ലേ അമ്മ അങ്ങ് സമ്മതിച്ചോ? അതാ നല്ലത്. വേണ്ട മോളെ, കുടിക്കമ്മേ. സീതേ കുടിക്ക്, എഴുന്നേൽ. കുടിക്കാം. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ അമ്മയ്ക്ക്? മോളെ ഇഡ്ഡലി ഇരിപ്പുണ്ടോ? ആ ഉണ്ട് ചാ. എനിക്ക് വിശപ്പില്ല. നിന്നോട് കഴിക്കണമെന്ന് ആര് പറഞ്ഞു? എനിക്ക് കഴിക്കാനാ. അയ്യടാ, ഇതിപ്പോ അമ്മയ്ക്ക് പ്രസവവേദന മോൾക്ക് വീണവേനെന്ന് പറഞ്ഞ പോലെയാണല്ലോ ബലരാമേട്ടന്റെ കാര്യം. എനിക്കല്ല വിശപ്പുണ്ട് മോളെ. എടുത്തു കൊടുക്കുവോ അച്ഛൻ? അല്ലെങ്കിൽ വേണ്ട മോളെ, ഇത്തിരി കഴിഞ്ഞാൽ എടുത്ത് കഴിച്ചോളാം. അമ്മയ്ക്ക് വേറെ അസ്വസ്ഥത ഒന്നുമില്ലല്ലോ ഇപ്പൊ? ഒന്നുമില്ല. ശരി. അവിടെ അമ്മേ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എങ്ങനെയുണ്ട് അമ്മേ? ഓ എന്ന് പറഞ്ഞാ കുഴപ്പമില്ല. കുഴപ്പമുണ്ടെങ്കിൽ അതെ, ഇയാളോട് ആരാണ് ഇല്ലാത്ത കഥകളൊക്കെ പറഞ്ഞു വരത്തിയതെന്ന്? എന്നിട്ട് താൻ എന്നോടൊന്ന് ചോദിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണ്ട വേറൊരാളോട് പറയാം. അല്ലേ? ഈ ഇരിക്കുന്ന എന്റെ അച്ഛനും അമ്മയാണ്. അവര് ഇല്ലാത്ത കഥകൾ കേട്ട് കഴിഞ്ഞാൽ എന്നെ പറ്റി എന്ത് വിചാരിക്കും? അല്ലടാ, ഇതൊക്കെ ചോദിച്ചപ്പോഴേ അന്നേരം നീ ഒന്നും മിണ്ടിയില്ലല്ലോ. അന്നേരം നിനക്ക് ചോദിക്കാനല്ലോ. ഇല്ല അച്ഛാ, ഈ കഥ ഏതുവരെ പോകുന്നു വെയിറ്റ് ചെയ്തല്ലേ ഞാന്. അല്ല, അത് അനന്ത സാറേ, അനന്ത സാറിനോട് ഡയറക്റ്റ് ഞാൻ വന്ന് ഇങ്ങനത്തെ കാര്യം എങ്ങനെയാ ചോദിക്കുന്നത്? മോശമല്ലേ? അതെന്ത് മോശം? അല്ല, സാർ എന്ത് വിചാരിക്കും? ഞാൻ എന്ത് വിചാരിക്കും? എന്നോട് ചോദിക്കണം.
ചോദിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായില്ലല്ലോ. അല്ല, ഓഫീസിൽ എല്ലാരും പറയുന്നുണ്ടേ സാറ് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ഉണ്ട്. ഓഫീസിൽ എല്ലാരും പറയുന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങ് വിഴുങ്ങാണോ? അത് കൊള്ളാലോ. അനന്ത, എന്താ അമ്മേ? ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ നീ സത്യം പറയണം. എന്റെ അമ്മേ, ഞാൻ സത്യം മാത്രമേ പറയുന്നുള്ളൂ. അനന്ത, ഞാൻ പിന്നെയും ചോദിക്കുകയാണ്, ദേവിക പറഞ്ഞതില് എന്തെങ്കിലും വാസ്തവമുണ്ടോ? എന്റെ അമ്മ, അതിൽ എന്ത് വാസ്തവം? ഞാൻ പറഞ്ഞില്ലേ. മാത്രല്ല അമ്മയുടെ മോൻ അങ്ങനെ ചെയ്യൂ. ആ ഉറപ്പുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ നീ ആരതീനെ കല്യാണം കഴിക്കണം. അതിന് സമ്മതമാണെങ്കിൽ അപ്പുണ്ണിയുടെയും കുമാരിയുടെയും കല്യാണം എത്ര വേഗം നടത്താം. എന്തു പറയുന്നു? എന്താ മറുപടി പറയാത്തേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് 2 ദിവസം ലീവ് വേണം. ലീവാ? ലീവല്ല, 2 ദിവസം സാവകാശം വേണം. അതെന്തിനിപ്പോ 2 ദിവസമൊക്കെ? എന്റെ അമ്മ കല്യാണ കാര്യമില്ലേ, ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാൻ? അതല്ല, എന്തിപ്പം ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് വേഗം തീരുമാനം എടുക്കാലോ. അവൻ പറഞ്ഞത് ശരിയല്ലേ ഓടി? അവനൊന്ന് ആലോചിക്കട്ടെ. ഒരു കല്യാണക്കാരിയല്ലയോ? എടാ മോനെ, നീ 2 ദിവസം ശരിക്കും ആലോചിച്ചിട്ട് ഇല്ല എന്ന് പറഞ്ഞാൽ മതി. അല്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇനി ഇയാൾ ഏടാ, കല്യാണക്കാരി ആവുമ്പോ അതൊക്കെ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് സമ്മതിക്കാൻ പറ്റുമോ നമുക്ക്? അമ്മാവൻ സമ്മതിക്കണ്ട, ആനന്ദേട്ടൻ സമ്മതിച്ചോളൂ. അമ്മാവനാണ് എല്ലാം കൊളാക്കണത് ഇവിടെ. എന്ത് കൊളാക്കണേ? എന്താ നീ പറയണ പുണ്യേടാ? അത് നമ്മളൊരു ആലോചന ആകുമ്പോ ഒന്ന് ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണം. അവളുടെ സ്വഭാവം എങ്ങനെയുണ്ട് നോക്കണം. നമ്മുടെ വീടായിട്ട് പൊരുത്തപ്പെട്ടു പോവോ, ചേച്ചിയായിട്ട് പൊരുത്തപ്പെട്ടു പോവോ എന്നൊക്കെ നോക്കണ്ട എനിക്ക്. അപ്പൊ ഇത് നമുക്ക് അറിയുന്ന ബന്ധല്ലേ? ഇനി എന്താ കൂടുതൽ ആലോചിക്കാനുള്ളത്? ആനന്ദേട്ടാ, അനന്തേട്ടൊന്ന് സമ്മതിക്കാൻ. അനന്തേട്ടാ, നീ വേഗം ഒന്ന് സമ്മതിക്കണം അനന്ത, എന്നിട്ട് വേണം അവന് കുമാരീനെ കെട്ടാൻ. എടാ, നീ ചെയ്യാത് ഇടിപിടിന്ന് പറയരുത്. അതിന് ഇടിപിടിന്ന് വേണ്ട, ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. എടാ, ഒരാഴ്ച കൊണ്ടൊക്കെ എങ്ങനെ കല്യാണം നടക്കും? അതിനൊക്കെ കുറെ സമയം എടുക്കില്ലേ? അപ്പൊ അമ്മ പറഞ്ഞല്ലോ ഇന്ന് സമ്മതിച്ചാൽ നാളെ നടക്കുന്നു. അപ്പൊ അതാണ് കാരണല്ലേ? നീ ഇന്ന് സമ്മതിച്ചാ മതിയായിരുന്നു, നാളെ നിന്റെ കല്യാണാ. എടാ, നീ ഈ ജാതിയൊക്കെ ആണെങ്കിലേ പെണ്ണ് കെട്ടി എന്റെ 2ന്റെ നമ്മള് പെട്ടിയെടുത്തിട്ട് അവളുടെ വീട്ടിലേക്കാ പോവും. പറയരുത് കേട്ടോ. അപ്പുണ്ണിയെ, എന്താണ് നീ പറഞ്ഞത്? പിന്നെ എന്താ പറഞ്ഞേ? നീ ആരോടെ സംസാരിക്കാൻ എനിക്കറിയാവോ? അത് സാരില്ല, അത് പോട്ടെ. പങ്കോട് മാപ്പ് പറ. അതൊന്നും എന്താണെന്താ പങ്കയോട് മാപ്പ് പറ. ആ മാപ്പ് സാരില്ലടാ. ആരുടെയും കൂടെ പോകുന്നൊക്കെ പറഞ്ഞാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോയത്. എന്നാ പോട്, ഇവിടെ നോക്കോ. അന്തേട്ടനെ ഒന്ന് ആലോചിക്കണേ. ആലോചിക്കാം. നീ എന്ത് പണി കാണില്ല? അല്ല, പിന്നെ അപ്പം പെട്ടെന്നുള്ളൊരു ഇതിൽ അങ്ങോട്ട് പറഞ്ഞു എന്നല്ലാണ്ട്. അങ്ങനെ വിടരുത്. അല്ല, എന്തിനാ അപ്പുണ്ണി പിണങ്ങിപ്പോയേ? അപ്പുണ്ണി പിണങ്ങിപ്പോയതൊക്കെ ഞാൻ പറയാം. നിന്നോട് കാര്യം ചോദിക്കട്ടെ? എന്താ? നീ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ ആളുകളുടെ മുമ്പിലിട്ട് വിളമ്പിയത്? അല്ല, അത് നമുക്ക് എപ്പോഴും അവസരം കിട്ടത്തില്ലല്ലോ ഏട്ടാ ഇതൊക്കെ പറയാൻ. അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞതാ. അല്ല, അതിനൊക്കെ ഉള്ളൊരു സമയം ആയിണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ഇന്നല്ല നാളെ അമ്മ എല്ലാം അറിയേണ്ടതല്ലേ അമ്മാവാ. ഒറ്റയടിക്ക് ഒരാൾ മരിച്ചു എന്ന് പറയുന്നതിലും നല്ലത്. എന്റെ ദൈവമേ, അതല്ല അമ്മാവാ. ഒറ്റയടിക്ക് ഒരാൾ മരിച്ചു എന്ന് പറയുന്നതിലും നല്ലത് ഒരാൾക്കൊരു അപകടം പറ്റി സീരിയസ് ആയി കിടക്കുകയാണ്, ആള് മരിച്ചു എന്ന് പറയുമ്പം ഒരു ആഘാതം കുറഞ്ഞില്ലേ? അതല്ലേ അത് ശരി. അത് ശരി. അതായത് അപ്പൊ ആ പറയണതിന്റെ ഒരു ആഘാതം ഒന്ന് കുറയുന്നു, അതാ ഉദ്ദേശിച്ചത്. പക്ഷെ അത് നിങ്ങൾ പരസ്പരം ഒരു ധാരണയിലെത്തിയിട്ട് വേണം പറയാനേ. പിന്നെ അപ്രതീക്ഷിതമായിട്ട് ഒരു അവസരം വീണ് കിട്ടുമ്പോഴത്തേക്കിന് ഞാൻ അമ്മാവിനെ ഏട്ടനെയൊക്കെ വിളിച്ച് മീറ്റിംഗ് കൂടിയിട്ട് കാര്യം തീരുമാനിക്കാം. എന്താണ് അമ്മാവ? അതേ പങ്കിയമ്മ, ഇവള് പറയുന്നത് കേട്ടപ്പോഴേ അമ്മയുടെ ബോധം പോയി. ഇനി യഥാർത്ഥത്തിൽ സത്യാവസ്ഥ എങ്ങാനും അറിയുമ്പോ എന്തായിരിക്കും എനിക്കറിയില്ല കേട്ടോ. അയ്യോ, അതിഥി കൊണ്ടുവന്ന പലഹാരം അതിഥിക്ക് കൊടുക്കട്ടെന്ന് വിചാരിച്ചതാ. അതിന് ആരാ അതിഥി? ഞാൻ അതിഥിയൊന്നുമില്ല, ഞാൻ ഈ വീട്ടുകാരനാ. ദേവികേച്ചി ചമ്മി പോയി. പിന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിശ്ചയത്തിന്റെ അല്ലേ? വരണം കേട്ടോ. ഇവരെല്ലാരും കൂടെ വരുമ്പം കൂടെ വരികയും വേണം, കുട്ടികളെ കൂടെ കൊണ്ടുവരണം. തീർച്ചയായിട്ടും. പിന്നെ വാടക വീടിന്റെ കാര്യം എന്തായി? നോക്കുന്നുണ്ട് പാപ്പ.
കുറച്ച് താമസം ഉണ്ടാവും. മിക്കവാറും ഇവിടെ തന്നെ ആയിരിക്കും. ഇവിടെ ഇവിടെ വെച്ചാ ഈ ഭാഗത്തൊക്കെ തന്നെ. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പഴേ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒരു ക്ഷണം ഇല്ല. എല്ലാരും അന്ന് രാവിലെ അങ്ങ് വന്നേക്കണം. ഓ കേട്ടല്ലോ പുണ്യേ? മജീക്ക ബിരിയാണിക്ക് എന്താ കാര്യം ഉണ്ടാവുക? ബിരിയാണിക്ക് കറിയോ? എടാ അതിന് ഈ കച്ചമ്പറ ഉണ്ടാവുക. കച്ചമ്പറ? സാലഡ് ഉള്ളിലേക്ക് അരിഞ്ഞത്. അപ്പൊ ഇറച്ചി ഉണ്ടാവില്ലേ? അതൊക്കെ ഉണ്ടാവൂടാ. ഉണ്ടാ പുണ്ണി, ഇറച്ചിയുണ്ട്, എല്ലാം ഉണ്ട്. ആ പുണ്ണി അങ്ങ് വന്നാ മതി. കേട്ടാ? അതെ, കുമാരിയുടെ വീട്ടിൽ കല്യാണം വിളിക്കണ്ടാവോ? അത് 12-ാം തീയതിക്ക് മുൻപ് കല്യാണം നടത്താൻ വെച്ചാൽ നമുക്ക് വിളിക്കാം. അത് പോരെ? അല്ല, എന്തോ അമ്മാവനും അനന്തരനും കൂടെ ഒരു കുശുകുശിപ്പ്. അല്ല, ഞാൻ അമ്മാവനെ ചോദിക്കാം. ഭക്ഷണം വീട്ടിൽ തന്നെ പാകം ചെയ്യാണോ അതോ പുറത്ത് ഏൽപ്പിക്കാണോ എന്ന് ചോദിക്കണം. അയ്യോ അല്ല, വീട്ടിൽ തന്നെ. ഈ പുറത്ത് ഏൽപ്പിച്ചാലേ പണ്ടത്തെ പോലെയൊന്നുമില്ല, നമ്മുടെ കണ്ണെത്തണം. മറ്റൊന്നുമല്ല, വായി വെച്ച് തിന്നാനും കുഴപ്പമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, എല്ലാം അങ്ങ് വീട്ടിൽ അങ്ങ് സെറ്റ് ചെയ്തു അങ്ങ് വന്നാ മതി. പിന്നെ അനന്ത സാറേ, മറ്റേ കാര്യം എന്തായി? ഇത് ജോലിക്കാരിയും ജോലിയുടെ അല്ലെന്ന്. നിങ്ങൾക്കൊരു കോടീശ്വരിയുടെ ആലോചന ഒന്നില്ലേ? 2 ദിവസം കൂടി കഴിയും. അങ്ങനെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. അല്ല, ഞാനൊരു കാര്യം പറയാം, എന്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള ആലോചനകൾ വന്നു കഴിഞ്ഞാൽ വെച്ച് താമസിപ്പിക്കരുത്. നമ്മൾ അപ്പോഴേ അങ്ങ് കെട്ടിയേക്കണം. ഇപ്പൊ എന്റെ കാര്യം നോക്കിയേ, ഈ പ്രായത്തിൽ ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചാണോ? സംഭവം വന്നു, വെച്ച് താമസിപ്പിച്ചില്ല, എല്ലാം മജീദ്ക്കയുടെ 2ാമത്തെ കല്യാണമായി. ഞങ്ങളാരും 1ാമത്തെ കല്യാണം തന്നെ കഴിഞ്ഞില്ല. മജീദ്ക്ക, ഞാനവിടെ ഇറങ്ങട്ടെ. എനിക്ക് വേറൊരാളെ കണ്ടിട്ട് വേണം ഓഫീസിൽ പോവാൻ. ശരി, അപ്പൊ ഞാനും ഇറങ്ങാൻ പോവാ. അല്ല, ആകുമ്പോ നോക്കിയാൽ മതി. അല്ല, കുഴപ്പമില്ല. കഴിക്കും. ശരി. അപ്പം ഞാനും ഇറങ്ങുന്നു. ഹലോ. അപ്പൊ ഇനി വേറെ പറച്ചിലൊന്നും ഇല്ല. 12-ാം തീയതി രാവിലെ എല്ലാരും കൂടെ അങ്ങ് എത്തണം കേട്ടോ. പിന്നെ ഈ മോളെ അമ്പിളിയോട് പറഞ്ഞേക്കണം. ഞാൻ അവനെ വിളിച്ചോളാം. നീ ഒന്ന് പറഞ്ഞേക്കട്ടോ. ഞാൻ പറയാം. ബലരാമേട്ടാ, ആ ചൂടുള്ള ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോ, ചുമക്ക് നല്ലതാ. എങ്ങോട്ട് നോക്കിയേ? അവന്റെ എന്തൊരു ഉറക്കമായത്? എപ്പോ കിടന്നാന്നറിയോ? ഉറങ്ങിക്കോട്ടെ, ഉറങ്ങുന്നതാണ് നല്ലത്. എന്തിനാ? ഉണർന്നിരിക്കുവാണെങ്കിൽ കുമാണി കുമാണി എന്നും പറഞ്ഞോണ്ട് നടക്കും. അത് ഞാൻ ഉറങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ഉറങ്ങണ മാതിരി കിടന്നതാ. ഇവിടെ പങ്കിയമ്മാവ് വന്നതും ദേവികേച്ച് വന്നു പോയാലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അപ്പൊ ഞങ്ങള് പറഞ്ഞാലോ നീ കേട്ടോ? കേട്ടു. അതിന് നമ്മുടെ അവിടെ കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല. പിന്നെന്താ? പങ്കിയമ്മാവൻ പറഞ്ഞത് ഞാൻ കേട്ടു. എന്ത്? പങ്കിയമ്മാവൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പോയാല് അപ്പോൾ നീ കുമാരിന്റെ വീട്ടിൽ പോയി താമസാവുന്നു. അല്ല, പങ്കി എങ്ങനെ പറഞ്ഞാൽ നിനക്ക് വിഷമമുണ്ടോ? എന്തിനു വിഷമിക്കണേ? പങ്കിയമ്മാവൻ പറഞ്ഞാലും കാര്യമില്ലേ? എന്ത് കാര്യം? ചിലപ്പോ അങ്ങനെ സംഭവിക്കാമേ. അങ്ങനെ എങ്ങാനും ഉണ്ടായി അപ്പുണ്ണി നിന്നെ ഞാൻ കഷ്ണമായിട്ട് അരിയും കേട്ടോ, പറഞ്ഞേക്കാം. ഈ കഷ്ണമായിട്ട് അരിയാൻ ഞാനെന്താ തണ്ണിമത്തന? ശ്രീലക്ഷ്മി, ഒന്ന് അടങ്ങ്. ഇടി, മക്കൾ വളർന്നപ്പോ ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ ഭരിക്കാൻ ചെല്ലരുത്, ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. നിങ്ങൾ ഭരിക്കണ്ട, ഞാൻ ഭരിച്ചോളാം. നിങ്ങളൊരു ഒറ്റ ആളോ അതിനൊക്കെ കാരണം? അമ്മ പറഞ്ഞ ഡയലോഗ് ഞാൻ പറഞ്ഞുള്ളൂ. ചേച്ചി ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. എന്താ പറയുന്നേ? പരിധിക്ക് പുറത്താന്ന് തന്നെ. എത്ര പരിധിക്ക് പുറത്ത് പോയാലും കോടതിയുടെയും പോലീസിന്റെയും പരിധിയുടെ പുറത്ത് പോകത്തില്ലല്ലോ. ചേച്ചി ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടിരിക്കാതെ വീണ്ടും വിളിച്ചോണ്ടിരിക്കാനാണോ? കിട്ടണ്ടേ? സ്വിച്ച് ഓഫ്. ഈ സാഹചര്യത്തിൽ ആരെങ്കിലും ഫോൺ ഓൺ ആക്കി വെക്കുവോ? അല്ലെങ്കിൽ ഞാനിതിന് ഫോൺ വിളിക്കാതിരിക്കുന്നേ. ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ അനന്തേട്ടൻ, ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. ചേച്ചി പണിയായി കാണിക്കണേ. പിന്നല്ല, ഞാൻ എന്താ ഷാഹിന ചെയ്യണ്ടേ? നിങ്ങൾ 1ഉം 2ഉം പറഞ്ഞ് തമ്മിൽ തല്ല. ഇവിടെ എല്ലാരും അറിയില്ല, എല്ലാം പൊളിയില്ലേ? എല്ലാം ഈ ഇളയച്ചനെ പറഞ്ഞാ മതിയല്ലോ. ഏത് ഇളയച്ചൻ? ചേച്ചിയുടെ. എന്താ? അല്ലെങ്കിൽ എല്ലാം വിട്ടിട്ട് അങ്ങ് മൂവാറ്റുപുഴയ്ക്ക് പോയാൽ പോരായിരുന്നോ? ഒറ്റ വീക്ക് വെച്ചോണ്ടല്ലോ. എന്നാലും എന്റെ ചേച്ചി, ഞാൻ അനന്തേട്ടനെ കാണുന്നതിന് മുമ്പ് എത്രയോ നാള് മുമ്പാ ചേച്ചി അനന്തേട്ടനെ കാണാൻ തുടങ്ങിയത്. എന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്ന അത്ര പോലും ചേച്ചി മനസ്സിലാക്കിയില്ലല്ലോ. അനന്തേട്ടനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്ത് ഷാഹിന? ചേച്ചി സമാധാനായിട്ടിരിക്കുക. ചേച്ചി ഒന്നുമില്ല കേട്ടോ.
പടി കയറിയുണ്ട്. ഇതെന്താ രണ്ടാളും കൂടി നേരത്തെ ഇങ്ങോട്ട് എന്തിനീ വയ്യാത്ത അളിയനെ കൊണ്ട് ഇങ്ങോട്ട് കയറിയത്? ഞാൻ പറഞ്ഞതാടാ വരണ്ടാന്ന്, എന്റെ പിന്നാലെ കയറി പോന്നതാ. വെറുതെയാടാ എന്നെ കൂട്ടിയിട്ട് വന്നതാ, നിർബന്ധിച്ച് കൂട്ടിയിട്ട് വന്നതാ. വല്ല കാര്യമുണ്ട് ചേച്ചി, എന്നെ താഴത്തേക്ക് അങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നില്ലേ? ഞാൻ നിന്നെ കൊറേ വിളിച്ചു, നീ കേട്ടില്ല, അതാ പിന്നെ ഇങ്ങോട്ട് വന്നതേ. അയ്യോ ഞാൻ നല്ല ബാത്റൂമിലായിട്ട് കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. എന്താണ് ഇപ്പൊ എന്താ കാര്യം? എടാ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വന്നതാ. എന്താണ്? നമ്മുടെ അനന്തൻ കല്യാണത്തിന് സമ്മതിച്ചു എന്ന് രമണനെ വിളിച്ചൊന്ന് പറയണം. അപ്പുണ്ണിയുടെ കാര്യം കൂടെ പറ. ആദ്യം അനന്തന്റെ കഴിയട്ടെ, എന്നിട്ടല്ലേ. അപ്പുണ്ണി വലിയ പ്രതീക്ഷയില്ല കേട്ടോ. അതെ, പ്രതീക്ഷക്ക് അവിടെ നിൽക്കട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി എന്തിനാ ധൃതി പിടിക്കണത്? എടാ മനുഷ്യന്മാരെ കാര്യല്ലേ, അതുകൊണ്ട് എപ്പോഴും മനസ്സ് മാറാന്ന് പറയാൻ പറ്റുമോ? മനസ്സ് മാറിയത് മാറട്ടെ. ഇത് ഭയങ്കര മോശാണത്. ആൺകുട്ടിയുടെ വീടല്ലേ ഇത്, നമ്മളെല്ലാം ധൃതി പിടിക്കണ്ടേ? അതെന്നാലും നമ്മളൊന്ന് പറഞ്ഞു വെക്കണോട് തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല, പക്ഷെ അതങ്ങനെ എടുത്ത് പിടിച്ചു വെച്ചിട്ട് നമ്മളങ്ങനെ വിളിച്ച് പറയലും അങ്ങനെയൊക്കെ ആവുമ്പോണ്ടല്ലോ അവർക്ക് തോന്നും എന്തോ ഭയങ്കര അത്യാവശ്യം കിട്ടും അവർക്ക് നമ്മളുടെ കുട്ടീനെ കല്യാണം കഴിച്ചു കൊണ്ടിട്ടെന്നാ വിചാരിക്കുക. അത് നമുക്ക് നാണക്കേടാ, അത് പാടില്ല. ഇതിങ്ങനെ നല്ല ചെയ്യേണ്ട 2 ദിവസം കഴിയട്ടെ. 2 ദിവസം കഴിയട്ടെ. സാധാരണ നമ്മളൊരു വീട്ടിലേക്ക് വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിക്കണ പോലെ ഫോണൊന്ന് വിളിക്കുക, വിളിച്ചിട്ട് ചോദിക്കുക എന്താ വീട്ടിലെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ, നന്നായിരിക്കണോ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫോൺ കട്ട് എന്നാ പിന്നെ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെക്കണം. പിന്നെ മറ്റേ കാര്യം, അനന്തൻ സമ്മതിച്ചോട്ടോ കല്യാണത്തിന്, അങ്ങനെ പറയാൻ പാടുള്ളൂ. നമുക്കതൊരു വലിയ കാര്യമല്ലാത്ത പോലെ. ഇത് എടുത്തോ പിടിച്ചു വെച്ചിട്ട് നേരെ അങ്ങോട്ട് ചെന്ന് ചാടി പറഞ്ഞു കഴിഞ്ഞാല് നല്ല കാര്യമായിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യക്കാരല്ലെന്ന് തോന്നി ആ കല്യാണം നടക്കുമോ? ഇതെന്താ ഫ്രീ ആയിട്ട് പഞ്ചായത്തിൽ നിന്ന് വീട് വെക്കാൻ സ്ഥലം തരികയാണോ? നമ്മുടെ പ്രശ്നം എന്തായിരുന്നു കളിയാ, അനന്തൻ ഈ ബന്ധത്തിന് സമ്മതിക്കോ ഇല്ല എന്നുള്ളതല്ലായിരുന്നു. അതിപ്പോ ആയല്ലോ. ഇനി വലിയ തിരക്കൊന്നും കൂട്ടണ്ട, സാവകാശം ചെയ്താൽ മതി ഇതൊക്കെ. അല്ല ഇപ്പൊ അത് അവിടെ കിടക്കട്ടെ. ആരുടെ കല്യാണം ഇപ്പൊ ആദ്യം നടത്താൻ നോക്കണേ? അതെന്ത് ചോദിക്കാനുള്ളത് അനന്തന്റെ, അവനല്ലേ മൂത്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊന്നും വലിയ കാര്യമില്ല. ഇപ്പൊ മൂത്തോന്റെ കല്യാണം അവിടെ ആദ്യം നടന്നേ. അതിപ്പോ അമ്പിളി അങ്ങനെ ഒരു അവിവേകം കാണിച്ചോണ്ടല്ലേ. ഇനിയിപ്പോ ഉള്ളത് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അത് ചെയ്യാൻ പറ്റായികൊന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, മൂത്തോൻ മൂത്തിട്ട് അവിടെ നിൽക്കാനുള്ള എന്തായാലും അവനെന്തായാലും മൂത്തു. ഇനി മൂക്കാണ്ടിരിക്കാൻ നോക്കുക അടുത്ത ആള്. അവന്റെ കല്യാണമാണ് ഇപ്പൊ നടത്തേണ്ടത് ശരിക്കും അപ്പുണ്ണിയുടെ. എടാ അങ്ങനെ ചെയ്ത നാട്ടുകാരെന്ത് പറയും? ചേട്ടൻ നിൽക്കുമ്പോ അനിയന്റെ കല്യാണം നടത്തിയെന്ന് പറയില്ലേ, അതൊക്കെ ഭയങ്കര മോശമാണ്. എന്ത് മോശം? ഇപ്പൊ അങ്ങനെ ഇവിടെ നടന്നില്ലേ, എന്നിട്ട് മോശം ഉണ്ടായി? നാട്ടുകാർക്ക് പലതും പറയാന്നേ, നമ്മൾ നമ്മുടെ സൗകര്യം നോക്കിയാൽ മതി. ഞാൻ ഈ പറയണതിൽ വേറെ കാര്യം കൂടി ഉണ്ട്, കേൾക്കണ്ടറിയാ? അതായത് അനന്തന്റെ ആരുടെയും കല്യാണം എന്ന് പറയണത് രമണേട്ടൻ അതിഗംഭീരായിട്ട് നടത്തും. രമണേട്ടനെ, കാരണം അവര് ഈ മന്ത്രിമാരും സിനിമാമാരൊക്കെ ആയിട്ട്. നമ്മുടെ അനന്തേട്ടനില്ലേ, അനന്തേട്ടൻ കല്യാണത്തിന് സമ്മതിച്ച കാര്യമല്ലേ, അതിവിടെ എല്ലാവരും അറിഞ്ഞു. പിന്നെ അതിലെന്തോട്ട് ഇത്ര രഹസ്യം? അതല്ല, പിന്നെ അതിലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അനന്തേട്ടനും ലൈൻ ഉണ്ടെന്നല്ലേ നമ്മുടെ ദേവി ചേച്ചിയായിട്ട്? എന്തെങ്കിലും അറിഞ്ഞിട്ട് പറയുന്നതാണോ? അറിഞ്ഞിട്ട് പറയണല്ല, അവരിവിടെ വന്ന് കയറിയ കാലം തൊട്ട് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അനന്തേട്ടൻ അന്ന് വൈറലായി കിടന്നില്ലേ മുകളില്, അന്ന് അനന്തേട്ടന്റെ ഫോണിലോട്ട് ഒരു കോള് വന്നു. ആ ഫോൺ അറ്റൻഡ് ചെയ്തത് ഞാനാണ്. അപ്പം അന്ന് വിളിച്ചത് ഒരു ദേവികയായിരുന്നു. ഈ ദേവിക ആ ദേവികയുടെയും സൗണ്ട് ഒരുപോലെയാണ്. അപ്പം അന്നപ്പം തൊട്ട് ഞാനൊന്ന് നിരീക്ഷിക്കുകയാണ്. പക്ഷെ അനന്തേട്ടൻ അങ്ങനെ ചെയ്യണ ഒരാളല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടുന്നേ ഉള്ളൂ. അമ്പിളിക്കയുടെ സംശയം ഒക്കെ ശരിയാ. നിന്നോടാര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്ത്? നീ എന്തീ പറയണത്? ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ 2 മക്കളുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ അനന്തേട്ടൻ തയ്യാറാവോ? അതുമല്ല, തൃശ്ശൂർ ഒരു പെണ്ണായിട്ട് ലൈൻ ഉണ്ടെന്നല്ല അന്ന് ദേവികേച്ചി പറഞ്ഞത്. എന്റെ അമ്പിളിക്ക, ആ 2 മക്കളെ അനന്തേട്ടന്റെ ആണെങ്കിലോ? എന്ത് വർത്താനോ ഷാഹിന നീ പറയണ? വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറയല്ലേട്ടാ. ഞാൻ സത്യം പറയുന്നതാ. നിന്നോടാര് പറഞ്ഞു? അതെ, നമ്മളന്ന് സ്വർണ്ണക്കടയിൽ ഫോൺ മറന്നു വെച്ചിട്ട് തിരിച്ചു പോയത് ഓർമ്മയുണ്ടോ? അന്ന് ഞാൻ തിരിച്ചു ചെല്ലുമ്പോഴേ അവിടെ ദേവികേച്ചി വെൽക്കം ഗേളായിട്ട് നിൽക്കുന്നു. നിനക്ക് പ്രാന്താണ്. സർവേ ഓഫീസിൽ ജോലിയുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥ എന്തിനാണ് ജ്വല്ലറിയിൽ വെൽക്കം ഗേളായിട്ട് നിൽക്കണത്? ദേവികേച്ചിക്ക് സർവേ ഓഫീസിലൊന്നും ജോലി ഇല്ല, അതൊക്കെ വേറെ നാടക. ദേവികേച്ചിക്ക് സ്വർണ്ണക്കടയിലാ ജോലി, അതും പങ്കിയമ്മാവൻ സെറ്റ് ചെയ്ത് കൊടുത്തതാ. നമ്മുടെ പങ്കിയമ്മാവനാ? നമ്മുടെ പങ്കിയമ്മാവൻ. അത് ശരി. അപ്പൊ പങ്കിയമ്മാവൻ കൂടി അറിഞ്ഞിട്ടാണ് ഈ കളികൾ ഇവിടെ നടക്കണല്ലേ? അത് മര്യാദകേടാണല്ലോ. ഈ കുടുംബത്തിൽ നിന്നിട്ട് പങ്കിയമ്മാവൻ അങ്ങനെ ചെയ്യാമോ? അമ്പിളിക്ക് തന്നെ ഇത് പറയണം.
ഇത് ഞാൻ ചോദിക്കും. ഞാൻ ഈ രാത്രിയിലോ? രാത്രിയല്ല, നേരം വെളുക്കട്ടെ. ഇതിന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അതെ അമ്പിളിക്ക, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ചോദിക്കല്ലേ. അതതിന്റെ ലൈനിൽ ഞാൻ പറഞ്ഞോളാം. തീക്കട്ടെ മുറുമ്പരിക്കണ. നമ്മള് രഹസ്യമായിട്ട് വെച്ചിരുന്നല്ലേ? അതില്ലേ ചേച്ചി, ഇന്റർവെല്ലിന് വരെയുള്ള കാര്യങ്ങൾ ഞാൻ അമ്പിളിക്കയോട് പറഞ്ഞായിരുന്നു. എന്ത്? അല്ല, ഞാന് എല്ലാം അമ്പിളിക്കയോട് പറഞ്ഞായിരുന്നു. ബാക്കിയായിരിക്കും പങ്കിയമ്മാവൻ ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവാ. എല്ലാ കഥ നീ പറഞ്ഞോ? പറഞ്ഞു. എന്തിനാ എന്റെ മോളെ പറഞ്ഞത്? അമ്പിളി ആരോടെങ്കിലും പറയത്തില്ലേ? അത് പറയാൻ പറ്റില്ല, ഒരു സൂക്ഷ്മതയുള്ള ആളല്ല. എന്നിട്ടാണോ നീ പറഞ്ഞത്? ഈശ്വര, എനിക്ക് വയ്യ. ടെൻഷൻ ആവണ്ട, കുഴപ്പമില്ല. അമ്പിളി പറഞ്ഞാലും എല്ലാവരോടും ചെന്ന്? ഇല്ല, പറയില്ല. ഉറപ്പാ? ഉറപ്പില്ല. ഉറപ്പില്ലേ? ദൈവമേ, ടെൻഷൻ അടിക്കണ്ട, ഉറപ്പാ. ആണോ? ആ, ഉറപ്പില്ല. ഉറപ്പാ. ദൈവമേ, ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന്. ഉറപ്പാണല്ലോ അല്ലേ? ഉറപ്പാ. ഒന്നുമില്ല, ഞാൻ പോയിക്കോട്ടെ. എന്താണ് ചേട്ടാ? എടാ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞല്ലോ. എന്ത് കാര്യം? അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല, എന്നോടാരും പറഞ്ഞില്ല. എന്തേ? ഇവിടെ നോക്ക്. എന്താണ്? നീ അറിഞ്ഞിട്ടുണ്ടെന്ന് പങ്കിയാൻ പറഞ്ഞല്ലോ എന്നോട്. ഞാൻ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അനന്തരൻ എന്താ ഉദ്ദേശിക്കണ? അല്ല, ദേവികേ. ദേവിക്ക് എന്ത് പറ്റി? നീ അറിഞ്ഞിട്ട് പിന്നെ അറിയാത്ത മാതിരി കളിക്കല്ല അമ്പിളിയെ. എന്താണ് അനന്തേട്ടൻ പറയണത്? എടാ, ഞാൻ ദേവിയെ കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നീ അറിഞ്ഞില്ലേ? അനന്തേട്ടൻ കല്യാണം കഴിച്ചാ? അയ്യോ, ഇത് പറഞ്ഞില്ല ആരും. ഭയങ്കര മോശമായി പോട്ടെ അനന്തേട്ട. ഇത് മോശം 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 മോശം. അനന്തേട്ടന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല. അത് പറ്റിപ്പോയടാ. ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏയ്, അനന്തേട്ടൻ എന്നോട് ഒരു വാക്കൊന്ന് സൂചിപ്പിച്ചിരുന്നെങ്കിൽ ഷാഹിനെ പോലും ഞാൻ പ്രേമിച്ചങ്ങാതെ വിളിച്ചോണ്ട് വരില്ലായിരുന്നു. അതെന്താ ഷാഹിനെ പ്രേമിക്കുന്നതിന് എന്താ കുഴപ്പം? ഇതെന്ത് ന്യായം? അനന്തേട്ടന് ഇത്രയുള്ള ഒരു ബുദ്ധിമുട്ടും വിഷമം അമ്മക്ക് ഉണ്ടാക്കി വെക്കൂന്ന് അറിഞ്ഞെങ്കിൽ വേറൊരു ലോഡും കൂടി ഞാൻ ഈ കുടുംബത്തെ ഉണ്ടാക്കൂലായിരുന്നു. അതാണ് എന്റെ വകതിരിവ്. ഞാൻ പിന്നെ എന്ത് വേണമെന്ന് നീ പറയണത്? അവളെയും കുട്ടികളെ ഉപേക്ഷിക്കണോ? അങ്ങനെ ഞാൻ പറഞ്ഞ അവർ ഉപേക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞ അനന്തേട്ടാ. അനന്തേട്ടൻ ഒന്നും കൂടി ആലോചിച്ചിട്ട് നമ്മുടെ അച്ഛനും അമ്മക്കും ഒക്കെ സമാധാനവും സമൂഹത്തിൽ നമുക്ക് അന്തസ്സും ഒക്കെ ഉണ്ടാകണ പോലത്തെ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിക്കേ. അതിനുള്ള വഴി തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അവളെയും കുട്ടികളെ നിന്റെ പെട്ടി ഓട്ടോറിക്ഷയിലാക്കി തരാം. നീ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോ. ഇതെന്ത് വർത്താനോ എന്തേട്ടൻ പറയണ? അനന്തേട്ടനല്ലേ വിളിച്ചോണ്ട് വന്നത്? അനന്തേട്ടനല്ലേ തീരുമാനം ഉണ്ടാക്കേണ്ടത്? എന്താ പറയണത് ഇപ്പൊ? പിന്നെ അമ്പിളി, ഏട്ടനൊരു തെറ്റ് പറ്റിയടാ. ഈ അനിയൻ ക്ഷമിച്ചാനെന്തേട്ടാ? നീയായിട്ട് ഇനി ഇത് വേറെ ആരോടും പറയരുത്. പുറത്ത് പറഞ്ഞു നടക്കാൻ പറ്റിയ വലിയ ഗംഭീര കാര്യമല്ല. നാഷണൽ അവാർഡാണല്ലോ മേടിച്ചോണ്ടെന്നാണ്. അങ്ങനെയല്ലടാ, മനോഹരനോടൊന്നും പറയരുത്. അവനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആകെ പാടി നടക്കും. അതാണ്. മനോഹരനോടൊന്നും പറഞ്ഞു നടക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഞാനിപ്പോ. എന്താ നിന്റെ മാനസികാവസ്ഥയ്ക്ക് പ്രശ്നം? ഞാനിപ്പോ ഈ വ്യസനം കയറി നിൽക്കണ അനന്തേട്ടന്റെ വേദനയും കൂടി കുത്തിക്കയറ്റിട്ട് എന്താ കാര്യം? അത് പോട്ടെ, ഞാൻ എങ്ങനെയും ഒപ്പിക്കാം. ഇല്ല, പറഞ്ഞോ. എനിക്കിന്നൊരു 10,000 രൂപ അത്യാവശ്യമായിട്ട് വേണം. എന്തിന്? അത് കേബിളിൽ കുറെ ഡ്യൂസ് അടക്കാനുണ്ട്. അത് അടച്ചാൽ ഒരു സമാധാനം കിട്ടും. ഞാനിപ്പോ ഈ മാനസികാവസ്ഥയിൽ ആരോടെങ്കിലും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു പോയാൽ പിന്നെ അനന്തേട്ടന് അത് ബുദ്ധിമുട്ടാണ്. 10 രൂപ മതി. 10 മതിയാവൂലേ? തൽക്കാലം അത് കൊടുക്കാം. ഇപ്പൊ അനന്തേട്ടന്റെ ഇതിന്റെ ഇടയിൽ ഇപ്പൊ ചെലവൊക്കെ ഉള്ളതല്ലേ. 10 റുപ്യ തന്നു കഴിഞ്ഞാൽ നിന്റെ മാനസികാവസ്ഥ ശരിയാവും. തൽക്കാലം 1-2 ദിവസത്തൊക്കെ ആരോടും പറയാതെ നമുക്കൊന്ന് പിടിച്ച് നിൽക്കാൻ പറ്റും. ആണല്ലേ? എന്നാ കട നീ വീട്ടണ്ട. അതങ്ങനെ കിടന്നോട്ടെ. അത് വീടി കഴിയുമ്പോ നിന്റെ മാനസികാവസ്ഥ. അത് ശരി. ബന്ധു എന്ന് പറയുമ്പോ ദേവേച്ചിയുടെ കുഞ്ഞമ്മയുടെ മോളുടെ ഭർത്താവിന്റെ അനുജൻ. എങ്ങനെ? ദേവേച്ചിയുടെ കുഞ്ഞമ്മയുടെ മോളുടെ ഭർത്താവിന്റെ അനുജൻ. അത് ശരി. അപ്പൊ അത്ര അടുത്ത ബന്ധമല്ല. അങ്ങനെ കാര്യമായിട്ട് അവരെ കുറിച്ചൊന്നും അറിയില്ല അല്ലേ? അനന്തേട്ടൻ ഇല്ലേ ഇവിടെ? അനന്തനെ അറിയോ? ദേവിയേച്ചി അറിയാം, പിന്നെ അനന്തേട്ടനെ അറിയാം. പിന്നെ നിക്ക് അതെന്താടാ കൊച്ച അങ്ങനെ? ഡിപ്പാർട്ട്മെന്റ് ഒന്നാണല്ലോ. ഡിപ്പാർട്ട്മെന്റ് അങ്ങനല്ല. അല്ല ഇവിടെ ഇപ്പോ എന്താ ഇവിടെ ഷോർട്ട് ഫിലിം പിടിക്കേ.
സിനിമയുടെ പരിപാടിയാ? അതെയോ? അത് ശരി. എവിടെയാ ഷൂട്ട്? നമ്മൾ ഇവിടെ തന്നെ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇവിടെ വെച്ചാല് ഈ വീട്ടിൽ. ഇവിടെ എങ്ങനെയാ ഷൂട്ടിങ് ശരിയാവുക? ദേവിയേച്ചി ഇല്ലേ ഇവിടെ? ദേവിയേച്ചി ഉണ്ട്. ഷൂട്ടിംഗ് ഇവിടെ നടക്കില്ലല്ലോ. പേരിട്ടിട്ടില്ല. എത്ര വലുതായിട്ടോ? അല്ല, എന്റെ പേര് റെമോ. ഷോർട്ട് ഫിലിമിന് പേരിട്ടിട്ടില്ല. അത് ശരി, ഷോർട്ട് ഫിലിം പോലെ. അപ്പൊ ഇന്നൊരു കാര്യം ചെയ്യാം, അകത്തേക്ക് ഇരിക്കട്ടെ അല്ലേ? അല്ല, ഞാൻ അപ്പൂപ്പൻ്റെ കൂടെ വിട്ടിരുന്നു. അല്ലെങ്കിൽ വെറുതെ എങ്ങനെ അല്ലെങ്കിലും ഉണങ്ങാതിരിക്കണതാ. എല്ലാം ഉണങ്ങണോർത്ത് കുളിക്കാത്ത ഉണങ്ങിട്ടത് കാര്യം. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. അങ്ങോട്ട് ഇരുന്നോട്ടെ. ഈ കഴുത എവിടെ പോയി കിടക്കണം? കഴുത ഇവിടെ ഉണ്ട്. നീ എന്താ ഇവിടെ നിൽക്കണേ? പേടിച്ചിട്ട് അവിടെ വന്ന് നിക്കണത്. ഷാഹിന് പറഞ്ഞു അവൻ അടുക്കള കയറി അതും ഇതൊക്കെ വാരി വലിച്ചു കഴിച്ചു മൊത്തം നാശാക്കിന്ന്. അമ്മ എങ്ങാനും കണ്ടു കഴിഞ്ഞാൽ ഏട്ടന് അറിയാലോ, പലരെ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമാ. ഇനി അതിൻ്റെ കൂടെ ഇതൂടെ കണ്ടു കഴിയുമ്പോഴത്തേക്കിന് ഇവിടുന്ന് വേഗം ഇറങ്ങിക്കോളാൻ പറയും. എന്താ ചെയ്യുന്ന ഏട്ടാ? അല്ല ഏട്ടാ, പോയിട്ട് എന്തായി? അവൻ പറയണേ അവനൊരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട്. അപ്പൊ അതിനിവിടെ 7 ദിവസം വേണം. ആ 7 ദിവസം ഇവിടെ നിൽക്കും. അത് എടുത്തിട്ടേ അവൻ പോകുള്ളൂ. 7 ദിവസം? ഞാൻ പറഞ്ഞ അവനോട് ഇവിടെ ഷൂട്ട് നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന്. അപ്പൊ ആ കോന്തര എന്നോട് പറയാണ്, എന്നെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ എല്ലാവരോടും പറയും. ആകെ പറഞ്ഞ് പരത്തി കളയുക. മാക ചെറ്റണവൻ. അവൻ തന്നെ പറഞ്ഞു എന്നോട് അവൻ ചെറ്റയാണെന്ന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനി എന്ത് ചെയ്യാനാണ്? ഇനി അവരെന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ എന്ത് പറയാനാ? അപ്പൊ ഇനി ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന്? എടുക്കാതെ ഇപ്പൊ വന്ന് അവൻ എന്നെ അവന്റെ ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡക്ഷൻ കൺട്രോളറാക്കി വെച്ചിരിക്കുകയാണ്. ചിലപ്പോ ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രൊഡ്യൂസർ ആവേണ്ടിയും വരുമെന്ന്. ഷോർട്ട് ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാൻ പോകണോ? അല്ലാതെ പിന്നെ ഏട്ടാ, എനിക്കൊരു ചാൻസ് തരാന്നാലേ? എന്റെ ചെവിക്കല്ല് ഞാനത് തരും. ഓ, ഒരു പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതിന്റെ ജാടേ. ദൈവമേ, ഞാൻ എന്ത് പറയും നിന്നെ. പിന്നല്ലാണ്ട് നോക്കട്ടെ, ഇറങ്ങിയോ? റെമോന്റെ ലൊക്കേഷൻ എന്തായാലും കൊള്ളാം അല്ലേടി? പിന്നെ അല്ല. അതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണു അല്ലേ? അവല്ലടാ, അവൻ പൊളിയല്ലേ. അവന്മാരനെ എന്നെ നോക്ക, ഞാൻ എന്ത് ചെയ്തിട്ടോ? അവനെവിടെ? അവന് വിളിച്ച പോരെ? സൊല്ലുവാണോ? ഞാൻ ആരോടും പറയത്തില്ല കേട്ടോ. നിങ്ങൾ കുറച്ച് ലേറ്റായി കേട്ടോ. ഈ ചെക്കനത് വട്ടാണോ? എന്റെ ലൊക്കേഷൻ എങ്ങനെയുണ്ട്? അടിപൊളി. കൊള്ളാണോ? ഇതിനകം കണ്ടിട്ടുണ്ടോ? വന്ന് കയറിയില്ല, എന്നിട്ട് അവൻ ജോയിൻ തുടങ്ങി. എന്താ കാണാം? ഇവിടെ ഇനി നമ്മള് താമസം എങ്ങനെയുണ്ട്? നീ ഈ റൂം എടുത്തോ, നീ ഈ റൂം, നിങ്ങൾ രണ്ടും മേളിലെടുത്തോ. ഇതാരാ? ഞാനാ പുണ്യാണ്. പൂർ മാൻ ബാക്ക് സൈഡ് ഓഫ് ദി ഹൗസ്. അതെ, ഇവരൊക്കെ ആരാണ്? ഇവരെന്റെ ഫ്രണ്ട്സാ. അപ്പൊ ഇവരൊക്കെ ഇവിടെ താമസിക്കാൻ പോവാണോ? ആ, ഇവിടെ ഒരാഴ്ച കാണും ഇവിടെ. അപ്പൊ ഞങ്ങളോ? നിങ്ങൾ എവിടെ എന്റെ അടുത്താണോ ചോദിക്കുന്നേ? അമ്മമ്മേ, ഇവർ കൂടെ ഉള്ള ഫുഡ് എടുക്കണേ. പിന്നെ ആ ചരുവത്തി വെച്ചിരുന്ന ഒരു പ്രോട്ടീൻ ഫുഡ് ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ. നിങ്ങളെന്താ നോക്കി? നിങ്ങൾ റൂമിൽ പോയി ബാഗ് വെച്ചിട്ട് നമുക്ക് ലൊക്കേഷൻ കാണാനുള്ളേ. പോ. എന്താണ് പ്രോട്ടീൻ പൗഡർ? നന്ദിനിയുടെ കാടിയെന്നാ തോന്നണേ. പറഞ്ഞേ, എടാ ഇവിടെ പോടാ. നീ എവിടാ കയറി പോന്നെ? ഇങ്ങോട്ട് പോ. അമ്മേ, ചുടുകാട്ടിൽ അവലോചിച്ച് മാറി ആവൂട്ടോ. ഒക്കെ പ്രേതങ്ങൾ അടിച്ചു പോകും, നമുക്കൊന്നും കിട്ടൂല. എന്തൊരു ശല്യം! ഇതുവരെ ഒരാളെ ശല്യമല്ലായിരുന്നു. ഇപ്പൊ പോത്ത് പോലത്തെ 4 വന്നിരിക്കണേ. എനിക്ക് അറിഞ്ഞൂടെ പുണ്ണി എന്താ ചെയ്യണ്ടേ? എന്തെങ്കിലും ഉണ്ടാക്ക്. എനിക്ക് വിശത്തിന് വയ്യ. എന്താ പോയി നോക്കണ നീ?
എന്തൊരു ശല്യമാണിത്. ഏതെങ്കിലും കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണിത്. അയൽവക്കക്കാർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇവിടെ ഒച്ച ഓളിയും, അത് ആരൊക്കെയാണ്, എന്തൊരു കോലമാണ് അവരുടെ, ഇത് എന്ത് സമാധാനം പറയാനാണിത്? ഇക്ക ഇങ്ങനെ വെപ്രാളപ്പെട്ടിട്ട് എന്താ കാര്യം? അവര് വന്നു പോയില്ലേ? എന്റെ പഴയ സ്വഭാവമായിരുന്നെങ്കിൽ ഒക്കെ അതിനെ ഞാൻ ചവിട്ടിക്കൂട്ടി ഞാൻ പുറത്തിട്ടാനെ. ചവിട്ടി പുറത്താക്കുമ്പോഴേ എത്ര പേരെ പുറത്താക്കും? എന്തേ? നാളെ ഷൂട്ട് തുടങ്ങാൻ പോവാന്നല്ലേ പറഞ്ഞേ? അപ്പൊ ഇനി 3-4 പേരും കൂടെ വരാനുണ്ടെന്ന്. ദേവന് എന്തേ? മറ്റേ സീൻ നമുക്ക് ഈ റൂമിൽ ചെയ്യാം. ഈ റൂം പെർഫെക്റ്റ് ആണ് അല്ലേ? ഇവിടെ ആകുമ്പോൾ ലൈറ്റ് ഹാങ് ചെയ്യാനും പറ്റും. നമുക്ക് അവിടെ ഹാങ് ചെയ്യാം. ഇത് പെർഫെക്റ്റ് ആണ്. ഓക്കെ, എന്താ പറയുന്നത്? എടാ ഏത് സീനാ ഇവിടെ? നമ്മുടെ ബെഡ്റൂം സീൻ ഇല്ലേ, നായകനും നായിക ഇരിക്കുന്നേ, ഇത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ്. അതാകുമ്പോ നമുക്ക് ഇൻട്രോ എടുക്കാം. എന്നിട്ട് എന്താ ഇത്? ചേട്ടാ ഷൂട്ടിന്റെ പ്ലാനിങ്. എടാ ഇത് ഞങ്ങളുടെ പേഴ്സണൽ ബെഡ്റൂമാണ്, ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? അതിന്റെ ഒരു പ്രൈവറ്റ് സീൻ എടുക്കാം, ബെഡ്റൂം സീൻ എടാ എടുക്കാം. നീ അതൊക്കെ പറമ്പിലെടുക്കുന്ന റൂമിന്റെ അകത്താണാ? പറമ്പിൽ കൊണ്ടുപോയി കട്ടിലിട്ടിട്ട് ബെഡ്റൂം സീൻ എടുക്കാൻ പറ്റുമോ? ചേട്ടാ ഒന്നും മിണ്ടായിരിക്കും. എടാ അപ്പം ഫസ്റ്റ് ഷോട്ട് നമുക്ക് നായകൻ കയറി വരുന്നേ സാധനം. അത് 24 ഇടാം നമുക്ക്. 24 വേണ്ട, ഒരു 35 പിടിക്കാം. ഓക്കെ ഓക്കെ. പിന്നെ നമുക്ക് ക്ലോസിലോട്ട് വരുമ്പോൾ സജഷൻ അവിടുന്ന് ഇവിടുന്ന് ലെഫ്റ്റ് റൈറ്റും വെക്കാം. ഓക്കെ പിന്നെ റൂള് തെറ്റാൻ നോക്കണം. അതെ, അവിടെ നമുക്ക് സജഷൻ ഷോട്ട് വെക്കാം. ആർട്ടിസ്റ്റ് അപ്പൊ എവിടെ ആയിട്ട് വരും? ആർട്ടിസ്റ്റ് ഇവിടെ ഇരുന്നാലേ അവിടുന്ന് ഇവിടുന്ന് സജഷൻ എടുക്കാം. ആർട്ടിസ്റ്റ് ഇവിടെ ഇരിക്കാൻ പറ്റില്ലെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? നീ പോയേ, ഇറങ്ങി പോയേ. ചേട്ടാ എന്തിനാ തള്ളുന്നേ? പിന്നെ ഭാവിയിൽ ഒരു വലിയ ഡയറക്ടറാ ഞാൻ. നീ ഇവിടെ കിടന്ന് ഡയറക്ടർ ആകണ്ട കേട്ടാ. ഒരു മര്യാദ വേണ്ടേ? ഞാനൊന്ന് റൂമിൽ കയറി വരുന്നവരത്ത് പെരുമാറുണ്ട്. ഇങ്ങനെയാണ് നീ റൂമിൽ കയറി വരണ്ട. പിന്നെ എങ്ങനെ കയറി വരണം? ഞങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ടിരുന്ന് സംസാരിക്കുന്നോടത്ത് ചോദിക്കാതെയാണ് നീ കയറി വരേണ്ടത്. നിങ്ങൾ തുറന്ന് മലത്തി ഇട്ടിരുന്നാന്നല്ലോ. നീ അടക്കമരത്തിന് തെങ്ങിന് ഒരേ തളപ്പ് കേട്ടല്ലേ? പോയാടെ ഇറങ്ങി. നീ ഇവിടെ ഷൂട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട. ഞാൻ ഇവിടെ ഷൂട്ട് ചെയ്യും ചേട്ടാ. നീ ഷൂട്ട് ചെയ്യാനൊന്ന് കാണട്ടെ. ഇയാളെ പേര് സ്ക്രിപ്റ്റിൽ ചെയ്തിട്ട് വെട്ടിക്കളാം. ഒരു സന്തോഷം കിട്ടട്ടെ എനിക്ക്. റെമോ, നീ ഇവിടെ വന്ന് നിൽക്കണം. നിന്നെ എവിടെല്ലാം അന്വേഷിക്കണം ഞാൻ. ഈ വീട്ടിലാണെങ്കിൽ മൊത്തം റൂമുകൾ നടന്നു കിടന്ന് ഞരമ്പ് വരെ വലിഞ്ഞ്. അവിടെ നാളത്തെ സീൻ ഡിസ്കസ് ചെയ്യണ്ടേ? ഒന്ന് വരുമോ? അതായിരുന്നു ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ഇയാൾ ഈ വീടിന് കയറുന്ന ആളല്ല. വാടാ ചേച്ചി, നല്ല ക്യാമറ ഫേസ്. നാളത്തെ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല, അവൾക്ക് താല്പര്യമൊന്നുമില്ല. അവളുടെ അടുത്ത് നിന്റെ പോലത്തെ ബനിയനും ജീൻസും ഒന്നുമില്ല. നീ പോകാൻ നോക്ക്. താല്പര്യം ഇല്ലെങ്കിൽ വേണ്ട, പക്ഷെ നല്ല ഭാവി ഉണ്ട് കേട്ടോ. മോള് ചെല്ല്. എന്നാ പോയേക്കാം. മക്കളെ ക്രിമിയല്ലേ റെമോ തെറ്റിപ്പോയി. മക്കളെ ഈ ഷൂട്ടിംഗ് എപ്പോഴാ തുടങ്ങുന്നത്? ഇല്ല, ഞാൻ പറയായിരുന്നു ഷൂട്ടിങ് തുടങ്ങാൻ നിൽക്കണ്ട, ഇവിടെ എല്ലാവർക്കും അതൊരു അസൗകര്യമാകും, അതുകൊണ്ട് പൊയ്ക്കോളാൻ പറയുമായിരുന്നു ഇവരോട്. അയ്യേ, എന്താ അസൗകര്യം? ഷൂട്ടിങ് നമുക്ക് എല്ലാവരും കൂടെ കണ്ടുകൂടായോ? പക്ഷെ ഷൂട്ടിംഗ് ആണ് പിന്നെ വേറെ ഇതുപോലെ അവസരം ഉണ്ടാവത്തില്ല. പറഞ്ഞു കൊടുക്കുക പോകും. അങ്ങോട്ട് വല്ലതും അറിയാവോ? എടാ കുഞ്ഞി, എടാ ഈ അച്ഛന്റെ ക്യാരക്ടർ എന്തോ ആയി? അച്ഛനെ വിളിക്കുന്നുണ്ടോ? പിന്നെ നല്ലൊരു വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. ആണല്ലേ? എന്താ ദേവികേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇവൻ നിന്റെ ബന്ധുവാന്നല്ലേ പറഞ്ഞേ? ഇവൻ വേണമെങ്കിൽ ഇവിടെ വന്നോട്ടെ. ബാക്കി കുറെ എണ്ണം ഉണ്ടല്ലോ, ഒരു കുടുംബത്തിൽ കയറി വന്ന് എന്താ പെരുമാറണ്ടേ, എന്താ സംസാരിക്കണ്ടേന്ന് പറയാത്ത കുറെ എണ്ണം. എല്ലാത്തിനും ഇപ്പൊ പറഞ്ഞു വിട്ടോണം. അതെങ്ങനെയാ മുമ്പേ ശരിയാവുന്നത്? ഇവിടെ ഇത്ര സെറ്റ് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാ ഞങ്ങൾ പോകുന്നേ? അതൊന്നും പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എല്ലാം പൊക്കോണം, ഇല്ല ഞാൻ പോലീസിനെ വിളിക്കും. പോലീസിനെ വിളി. എനിക്കും കുറച്ച് കാര്യം പറഞ്ഞോളുണ്ട്. അങ്ങനെ പോലീസിനോട് പറയാൻ മാത്രം എന്താ ഇവിടെ ഉള്ളത്? എനിക്ക് കേൾക്കണമല്ലോ. എന്തോ നമ്മോട് പറഞ്ഞു കൊടുക്കുക ചേച്ചി. ചുമ്മാ പറയുന്ന അമ്മ പോലീസിനെ ഒന്നും വിളിക്കുന്ന. ഇവൻ വെറുതെ ഓരോ മട്ട് പറയുന്നു അല്ലേടാ? വട്ടായാലും ഭ്രാന്തായാലും ഇപ്പൊ ഇറങ്ങിക്കോണം അല്ല ഇവിടുന്ന്. സീതേ, എന്താ? അല്ല നീ എന്ത് വർത്തമാനാ പറയുന്നത്? നല്ലൊരു ഷൂട്ടിങ് നിർത്തി വെക്കാനോ? പറഞ്ഞു കൊടുക്ക. എന്റെ ബലരാമേട്ടാ, നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? ചുമ്മാ പിള്ളേർ ഓരോന്ന് പറയുന്നതിനനുസരിച്ച് തുള്ളാൻ നിൽക്കുന്നു. നാണമില്ലല്ലോ. അയ്യടാ, എന്നാന്ന് വെച്ചാ കാണിക്ക്. കേട്ടോടാ മക്കളെ, ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബോധവും പൊക്കളോ ഒന്നും ഉണ്ടാവത്തില്ല. നീ സിനിമയുടെ ഈ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോട്ട് പോയാൽ മതി. അതത്രേ ഉള്ളൂ. അത്രയും മതി. അങ്ങനെ പോയാൽ മതി. ഈ ഒരു കലാകാരനെ മറ്റൊരു കലാകാരനെ തിരിച്ചറിയാൻ പറ്റും. ദേവിക, അവൻ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അല്ലച്ച, ഞാൻ പറയുന്നേ, അമ്മയൊക്കെ ഇങ്ങനെ വെറുപ്പിച്ചോണ്ട് ഇവിടെ ഒരു ഷൂട്ടിംഗ് നടത്തണം. ഇവൻ പൊയ്ക്കോട്ടെ, ഇവിടെ വേറെ എന്റെ വേറൊരു കഥയുണ്ട്. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, വലിയൊരു വീട്, 2 കുട്ടികളും ഉണ്ട്. അപ്പൊ ഈ ഭാര്യയും ഈ ഭർത്താവും ആ വീട്ടിൽ ഒളിച്ചാണ് താമസിക്കുന്നത്.
ഇതാ മറ്റേ സിനിമയുടെ കഥയല്ലേ, നീ സിനിമയൊക്കെ വെച്ചിരിക്കുന്ന കഥ. അത് മുഴുവൻ പറഞ്ഞിട്ട് വെറുതെ എന്തിനാണ് സസ്പെൻസ് കളയുന്നത്? എന്നാ ഞാൻ പോകട്ടോ. നിനക്ക് ഷൂട്ട് ചെയ്താ പോരാ? ഷൂട്ട് ചെയ്തോ. ശരി. ഒരു ഭാര്യ, ഒരു ഭർത്താവ്, 2 കുട്ടികൾ, വലിയൊരു വീട്. ബാക്കി കഥ ചേച്ചി പറഞ്ഞു. എങ്ങനെ മോളെ അതിന്റെ ബാക്കി? ഈ ഒരു ഭാര്യയും ഭർത്താവും വീട് 2 കുട്ടികളെ ഒളിച്ചു താമസിക്കുന്ന അതൊരു നല്ല കഥയാ. അതിന് സസ്പെൻസ് വെറുതെ ഇപ്പോഴേ പറഞ്ഞു കളയുന്നത്. അതൊന്ന് പറഞ്ഞിരുന്ന എനിക്കൊന്ന് അത് സിനിമയാക്കാൻ വേണ്ടി അതിലുള്ള കഥയാ. അല്ല അവന്റെ പറഞ്ഞായിരുന്നു, ഈ കഥ പറഞ്ഞു കൊടുത്തായിരുന്നു. അവനറിയാം, അത് വഴി അത് റിലീസ് ആവുമ്പോ എല്ലാരും അറിയും. എടുക്കല്ലോ അപ്പൊ അത്. ശരി അച്ഛാ. ബാക്കി ഒരു ഒരുമാതിരി ചുവന്ന പട്ടൊക്കെ എടുത്തിട്ട് സിനിമയിലൊക്കെ കാണുന്ന പോലെ. പഴയ തറവാടല്ലേടാ, നല്ല പൂജയോ മറ്റോ കാണും. പക്ഷെ എനിക്കെന്തോ നല്ല വശപ്പശു തോന്നുന്നു കേട്ടോ പുള്ളീനെ കണ്ടിട്ട്. എനിക്കും അമ്മാവാ 5 ഇന്ന് ഒറ്റ വെട്ടിന് കൊന്ന നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന സ്വാമിജി പറഞ്ഞത്. ഇവന്മാരാണെങ്കിൽ നല്ല ചെറുപ്പക്കാര് പിള്ളേരും. 5 നമുക്ക് ഇന്ന് രാത്രി തീർക്കണം, ഒറ്റ വെട്ടിന് തീർക്കണം. നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ചാൻസ് വീണ് കിട്ടിയിരിക്കുകയാണ്. ഒന്നാമത്തെ ഇവന്മാര് ഇവിടെ വന്നേക്കണത് പുറത്തായിരിക്കും അറിഞ്ഞൂടാ. തീർന്ന ഉടനെ 5 കുഴി വെട്ടിയിട്ടുണ്ട്, അതിലോട്ട് ഇട്ട് മൂടിയ ഒരു മനുഷ്യൻ. പിന്നെ കഴിഞ്ഞ ദിവസം സ്വാമിജി ഒരു നലപരിപാടി നടത്തിയപ്പോഴേ ഈ വാളിനെ മൂർച്ച കുറവാണെന്ന് പറഞ്ഞു കായം വെട്ടേണ്ടി വന്നു. മൂർച്ച കൂട്ടടാ. ഇന്ന് തീർക്കണം 5 തീർക്കണം. 5 കൊല്ലണം. 5 ഒറ്റ വെട്ടിന് തീർക്കണം. 3-4 ഒറ്റ വെട്ടിന് തീരും. ഒരു ചുമല ബനിയനിട്ട് ഒരുത്തനുണ്ട്, ഇത്തിരി നീളമുള്ള നെയ് പറ്റിയവൻ. അവൻ 5-6 വെട്ടേണ്ടി വരും. ഒരു ദാക്ഷിണ്യവും വിചാരിക്കണ്ട. പക്ഷെ അവരറിയരുത്. അവരറിയൂല. അവരറിഞ്ഞാൽ നമ്മുടെ കൈ വിട്ടു പോവും. ഒരെണ്ണം അറിയൂല. ഇന്ന് രാത്രി കൊല്ലുവല്ല. അറിയാതെ കൊല്ലണം. ഓക്കെ.